എടാ നിന്റെ അച്ഛൻ മരിക്കുമ്പോഴേ എനിക്ക് 5 വയസ്സും ശ്രീകുട്ടിക്ക് 3 വയസ്സുമാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒരു എത്തുംപിടിയില്ലായിരുന്നു. പിന്നെ തമ്പുരാൻ 2 മക്കളെ തന്നില്ലേ, അവർക്ക് വേണ്ടി ജീവിച്ചല്ലേ ഒക്കത്തുള്ളൂ. നടുവേന വന്നെങ്കിൽ എന്താ, എൻ്റെ മക്കൾ 2 ഒരു കരയ്ക്കടുത്തില്ലേ. അന്ന് അമ്മയ്ക്ക് നല്ല കുറച്ചും കൂടെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ല ജോലി കിട്ടൂലേ അമ്മ? അത് മക്കളെ അന്നത്തെ കാലമല്ലേ, അത്രയൊക്കെ പഠിപ്പിക്കാനേ വീട്ടുകാർക്ക് നിവർത്തിയുള്ളന്നേ. പിന്നെ ശരിയാ, ഇച്ചിരി കൂടെ പഠിപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു ജോലിയൊക്കെ കിട്ടുമായിരുന്നെന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്. അതിനൊന്നും പറ്റിയില്ല. അമ്മ ധന്യ PG വരെ പഠിച്ചത്. PG എന്ന് പറഞ്ഞാൽ വലിയ പഠിപ്പാണ്. അതിനെന്താ, നല്ല കാര്യമല്ലേ. അത്രയും പഠിച്ച അവളെ ജോലിക്ക് പോകണ്ടെന്നും പറഞ്ഞ് കുഞ്ഞിനെ നോക്കാൻ വേണ്ടി പിടിച്ചെടുത്താൽ എനിക്ക് എങ്ങനെ അമ്മ പറയാൻ പറ്റുക? നാളെ അച്ഛന് സംഭവിച്ച പോലെ എനിക്കും എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചാൽ അവളും കുഞ്ഞും ഒറ്റയ്ക്കായി പോകില്ലേ? ആ സമയത്ത് അവൾക്കൊരു ജോലി ഉണ്ടെങ്കിൽ ആരെ ആശ്രയിക്കാതെ ജീവിക്കാമല്ലോ. അമ്മയ്ക്ക് അറിഞ്ഞൂടെ ഭർത്താവില്ലാതെ നല്ലൊരു ജോലി ഇല്ലാതെ ഞങ്ങളെ വളർത്തിയ ബുദ്ധിമുട്ട്? എന്തൊക്കെയാ പറയുന്നത്? എടി, ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഉദാഹരണം ഇങ്ങനെയൊക്കെയാണോ പറയുന്നത്? അമ്മ ഒന്ന് മൈൻഡ് ചെയ്യണ്ടാട്ടോ. അല്ല മോളെ, അവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് കുഞ്ഞുങ്ങളെ വളർത്തിയെങ്കിലും ഞാനത് ആലോചിച്ചില്ല. നിന്നെ ഞാൻ മനസ്സിലാക്കിയില്ല മക്കളെ. ശരിയാ, നീ എന്തായാലും ജോലിക്ക് പോണം. കുഞ്ഞിനെയൊക്കെ ഞാൻ നോക്കിക്കോളാം. ജോലിക്ക് പോയി കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കി സ്വന്തം കാലേ നിൽക്കുമ്പോഴാ പെണ്ണുങ്ങൾക്കൊരു വിലയുള്ളൂ. അമ്മ ശരിക്കും പറഞ്ഞാണോ? അന്ന് മക്കളെ, കുഞ്ഞിനെയൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ജോലിക്ക് പോകും. എത്ര പെണ്ണുങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട്. പ്രസവവും കൊച്ചുങ്ങളെ വളർത്തലും ഒക്കെ അതിൻ്റെ വഴിക്കങ്ങ് നടന്നോളൂ. ഞാനില്ലേ ഇവിടെ. നമ്മൾ ജോലിക്കൊക്കെ പോയി നല്ല മിടുക്കിയായിട്ട്. അമ്മ അത് ആലോചിച്ചില്ല. മോള് പൊക്കോ, അമ്മ ഇവിടെ ഉണ്ടല്ലോ.